ശരിക്കും പറയുന്നത് സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടില്ല. ചെറുപഴം വെച്ചിട്ട് ഇങ്ങനെ ഒരു അത്ഭുത കേക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് രുചി പറയാനില്ല കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ടേനു. നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഒരു മിക്സി ഉണ്ടല്ലോ, ആ ഒരു മിക്സിക്ക് പഴം ഇട്ട് കൊടുത്തിട്ട് അടിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളി. ഇനി മുതൽ പഴങ്ങളൊക്കെ ഇങ്ങനെ ചെറുപഴമൊക്കെ ഇങ്ങനെ കറുത്ത് പോവുകയാണ്, കൊത്തളങ്ങൊക്കെ ആർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഇടം വരുത്താതെ വേഗം ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു അര ഗ്ലാസ് ഇത് എടുത്തോളിട്ടോ, പഞ്ചസാര ഇട്ട് കൊടുത്തോളി. ഞാൻ എല്ലാ അളവും ഈ ഒരു കേക്കിന് വേണ്ട എല്ലാ അളവും എടുക്കുന്നത് ഈ ഒരു കുപ്പി ഗ്ലാസ്സിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ഇതിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം ഒരു 2 ഏലക്കായി, നമ്മളിതിലേക്ക് വാനില എസൻസ് ഒന്നും ചേർക്കണില്ല. വാനില എസൻസ് ഒക്കെ ഇപ്പോൾ എപ്പോഴും നമ്മളെ എല്ലാവരുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാനില എസൻസിന് പകരം ഇതാ 2 ഏലക്കായും ഒരു ചെറിയൊരു കഷ്ണം കറാമ്പട്ടി ഇട്ടിട്ട് ഇതാ ഒന്ന് പൊടിച്ചെടുത്ത് കേട്ടോ. പൊടിച്ചെടുക്കുമ്പോൾ മോടിയിലൊക്കെ നല്ലോണം ഉണ്ടാവും, അതൊക്കെ അവിടെ നന്നോട്ട് നമുക്ക് തട്ടിയെടുക്കാം. അപ്പം നമ്മൾ തുറക്കുമ്പോൾ നല്ലൊരു പുകയൊക്കെ കണ്ടില്ലേ, ആ ഒരു പുകയൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു മണം വരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ രുചിക്കൂട്ടും. അപ്പോൾ ഏതായാലും ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു 3 കോഴിമുട്ടയാണ് കേട്ടോ. ഇനിയിപ്പോൾ 3 കോഴിമുട്ട ഇല്ലാത്തവർക്ക് 2 എണ്ണം വെച്ചും 1 എണ്ണം വെച്ചൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്കിത് തികയൂല കേട്ടോ. എന്നാലും ഒരു 3 എണ്ണമെങ്കിലും നിങ്ങൾ എടുത്തോളി. അപ്പം ഞാനൊരു 3 കോഴിമുട്ട അതാ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര പൊടിച്ചതിന് ശേഷം ആ ഒരു പഞ്ചസാരയിലേക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു കോഴിമുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചസാരൻ്റെ പൊടിയും കോഴിമുട്ടയും കൂടി ഒന്ന് കറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടിയ ഒരു കോഴിമുട്ടയുടെ കൂടെ ഇനി നമുക്കിതിലേക്ക് ഇതാ ചെറുപഴം നമ്മളെല്ലാവരും വീട്ടിലും വല്ലപ്പോഴൊക്കെ ഉണ്ടാവാതിരിക്കാറില്ലല്ലോ. അപ്പോൾ ഈ ചെറുപഴം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും കേട്ടോ. നമുക്കൊക്കെ ഇഷ്ടമാണല്ലേ കേക്ക്, നമ്മളെ കുട്ടികൾക്ക് അതിലേറെ ഇഷ്ടമാണ്. ഒരു ചെറിയൊരു കേക്ക് കടയിൽ പോയി വാങ്ങണമെങ്കിലൊക്കെ എത്ര രൂപ കൊടുക്കണം എന്ന് ആലോചിക്കുമ്പോൾ എന്നാലും നമുക്ക് ഇഷ്ടത്തോട് കൂടിയിട്ട് ആവില്ല. നമ്മൾ വിചാരിച്ച രുചി ചില കേക്കിനൊന്നും കിട്ടാറുമില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ 2 പഴം, അതായത് നമ്മൾ മൈസൂർ പഴമാണ്, ഇനി ഏത് പഴമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 മൈസൂർ പഴം ഈ ഒരു പഞ്ചസാര കോഴിമുട്ട അടിച്ചേക്ക് നുറുക്കിയിട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാണ്ടത് ലാസ്റ്റ് നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇതാ മൈദപ്പൊടി എടുത്തുക്കണേ. ഒരു 1.5 ഗ്ലാസ് മൈദപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കണത്. അപ്പോൾ ആ ഒരു മൈദപ്പൊടിയിൽ ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷ് പൊടിയാണ്. പക്ഷേ എന്തിനാണ് ഇത് അരച്ചെടുക്കണത്, ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കണ്ടേ, അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർക്കണ്ടേ. ഈ ഉപ്പും ബേക്കിംഗ് സോഡ ഈ പൊടിയിൽ എല്ലായിടത്തും മിക്സായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ വല്ല തരിതരികൾ വല്ലതും ഉണ്ടെങ്കിൽ പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മൈദ ഒരു 1.5 ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ലേശം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലും മതിയാവും. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും നല്ല സോഫ്റ്റ് ആയിട്ടും എല്ലാ ഭാഗത്തേക്കും ഉപ്പും ബേക്കിംഗ് സോഡ എത്താനൊക്കെ നല്ലത് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒരൊറ്റ പ്രാവശ്യം അരിച്ചിട്ടുള്ളൂ, ചിലർ 2-3 പ്രാവശ്യമൊക്കെ അരിക്കാറുണ്ടല്ലേ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ്. പക്ഷെ ഞാൻ ഒരൊറ്റ വട്ടം അരിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ഓയിൽ, സാധാരണ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ എന്നൊന്നുമില്ല, നമ്മൾ ആ കട്ടിയുള്ള ഓയിലില്ലേ അത് എടുത്താലും നമുക്ക് പറ്റൂട്ടോ. ആ ഒരു ഓയിൽ ഈ അടിച്ച് വെച്ച ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാനേ പാടുള്ളൂ. ഒരുപാട് കറക്കി എടുത്താൽ കുഴപ്പം എന്താ അറിയോ, നമ്മൾ ഈ ഒരു കേക്ക് ഹാർഡായി പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ലാസ്റ്റ് ഒഴിച്ചത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു മൈദപ്പൊടി ഉണ്ടല്ലോ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതിൽ നിന്ന് പകുതി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് 2 വട്ടം ഇടണം എന്തിനാണെന്ന് വിചാരിക്കേണ്ടാവും. ഒരൊറ്റ വട്ടം തന്നെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ പോരേന്നൊക്കെ. പക്ഷെ നമ്മളിത് ഒരൊറ്റ വട്ടം ഒന്നായിട്ടിട്ട് കഴിഞ്ഞാൽ ഇത് ശരിക്കും അങ്ങോട്ട് മിക്സ് ആവില്ല. നമ്മൾ ഒരുപാട് സമയം മിക്സ് ചെയ്യേണ്ടി വരും ചെയ്യും. പിന്നെ
അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഒരുപാട് സമയം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കേക്ക് ഹാർഡാവാൻ സാധ്യതയാണ്. ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട്, പറയാറുണ്ട് എന്ത് തന്നെ ഈ നിങ്ങളൊക്കെ വീഡിയോ കണ്ടുണ്ടാക്കിയാൽ തന്നെ കേക്ക് ഹാർഡായി പോവാണല്ലോ എന്ന്. ഒരുപാട് ചാനലിൽ നിന്നൊക്കെ വീഡിയോ കേക്കിൻ്റെ പൂതിയോണ്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കണം. കാരണം എല്ലാ വീട്ടിലുള്ളവരും കുട്ടികളെ വാപ്പാരൊന്നും എപ്പോഴും കേക്കൊന്നും വാങ്ങി കൊടുക്കൂല. ചിലവർ തീരെ വാങ്ങി കൊടുക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പം ലേശം 2 പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനൊരു വെറൈറ്റി കേക്ക്. അപ്പം നന്നാവണില്ല എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഈ ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പഞ്ഞി കിട്ടും, ഉണ്ട പക്രു നല്ല കേക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാനിതാ ആ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണ്ടേ. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല തിക്കാണ്, ഈ ഒരു ബാറ്റർ തിക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര 1.5 ഗ്ലാസ് മൈദപ്പൊടിയും 2 പഴമൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 4 കോഴിമുട്ട മസ്റ്റാണ്. അപ്പോൾ കോഴിമുട്ടൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാൽ ഒഴിക്കണം കേട്ടോ. ഇനിയിപ്പോൾ പാലില്ലെങ്കിൽ നമ്മൾ ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടൻ്റെ അളവില്ലെങ്കിൽ ലേശം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. തിളച്ച വെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളം. ഇനിയിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പാലില്ലാത്തല്ലോ അത് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ 2 കോഴിമുട്ട വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി 2 കോഴിമുട്ടയ്ക്കുള്ള പാല് ഒഴിച്ചെടുക്കുക. 2 കോഴിമുട്ട അളന്ന് പൊട്ടിച്ചൊഴിച്ചാൽ എത്ര ഉണ്ടാവും അതിനുള്ള പാൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ബാറ്റർ നമ്മൾ എന്താ വെച്ചാൽ മൈസൂർ പഴമൊക്കെ വെച്ചിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ മൈസൂർ പഴം എങ്ങനെയാണെങ്കിലും പൂവമ്പഴമൊക്കെ ആണെങ്കിൽ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമാകുമ്പോഴേക്കും അതിനൊരു കളർ ചേഞ്ച് വരില്ലേ, ആപ്പിളൊക്കെ അടിക്കണ പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിനും പഴം ചേർത്തുകൊണ്ട് തന്നെ കുറച്ചൊരു ഡാർക്ക് കളർ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി കളറ് യെല്ലോ കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളറാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാവും. അല്ല നിങ്ങൾക്ക് അവിടെ ഒരു ഡാർക്ക് കളർ ബാറ്റർ തന്നെ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇത്തിരി കളറ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് പൗഡർ ഇട്ടോ. ചോക്ലേറ്റ് പൗഡർ അല്ല, ഇതെന്താണ് ഇത്, കൊക്കോ പൗഡർ ലേശം ഒരു സ്പൂണോളം, സ്പൂൺ തികച്ച അങ്ങോട്ടില്ല കേട്ടോ, കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ ഈ കൊക്കോ പൗഡർ ചേർത്ത് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇത് കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട്. ആ പൗഡർ ചേർത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേശം കൂടെ പാൽ ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബാറ്റർ. ഇനി ഇത് മാറ്റി വെക്കട്ടെ. എന്നിട്ട് നമ്മളിതാ ഇതിലാണ് കേട്ടോ അത് തയ്യാറാക്കണത്. ഏത് പാത്രത്തിലും നിങ്ങൾക്ക് ചെയ്യാം. നോൺ സ്റ്റിക്കിൻ്റെ നല്ല സോസ് പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക, കുക്കറിൽ ചെയ്യുക, ഇതുപോലുള്ള ചായപാത്രത്തിലോ കുണ്ടൻ പാത്രത്തിലോ ഒക്കെ ചെയ്യട്ടോ. സ്റ്റീൽ പാത്രത്തിലായാലും ഒന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ പേപ്പർ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിങ്ങനെ. പിന്നെ ഇതാ 2 കുഞ്ഞിക്കൈയിൽ വേണം കേട്ടോ നമുക്ക്. അതെന്തിനാന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ മുക്കി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളടുത്ത് ഈ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ, ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് ചുറ്റിച്ച് കൊട്ടി കൊടുത്താലും ബട്ടർ പേപ്പർ വെച്ചാൽ അതേ ഇത് കിട്ടും കേട്ടോ. ഒട്ടിപ്പിടിക്കൊന്നുമില്ല പാത്രത്തിൽ കേക്ക്. അപ്പോൾ ഇതാ ഞാൻ 2 സൈഡിലും കുറേശ്ശെ ഒഴിച്ചതിന് ശേഷം ഇതാ മറ്റേ സൈഡിലും ഇതുപോലെ ഓരോ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ 2-3 ലെയറാക്കിയിട്ടൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ. ഇതിപ്പോൾ ഒരു 3 ലെയറിന് കഷ്ടിച്ചുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കുഞ്ഞു പാത്രത്തിലാണ് കുറച്ച് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇത് നിറയെ ഉണ്ടാവട്ടെ, വലിയൊരു കേക്കായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ വേണ്ട കേട്ടോ. ബേക്കിംഗ് പൗഡറൊന്നും ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവില്ലല്ലോ. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ രുചി എങ്ങനെ അറിയോ, ആ ഒരു പഴം ഉണ്ടല്ലോ, പഴം ഇതിൽ ചേർത്തതുകൊണ്ട് പറയാൻ പറ്റാത്തൊരു രുചിയാണ്. പിന്നെ ഇതിന് നമ്മൾ തീയൊക്കെ നല്ലോണം ശ്രദ്ധിക്കാണ്ടൊക്കെ ഞാൻ പറഞ്ഞുതരുന്നത്. ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോഴാണെങ്കിലും വാനില എസൻസ് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലത് 1 ഏലക്കായ എടുത്തിട്ട് അതിലേക്ക് ലേശം ഗ്രാമ്പു അതുപോലെ തന്നെ ഇതിട്ട് കൊടുക്കുക, എന്താണ് കറാമ്പട്ട. ഞാൻ ഗ്രാമ്പ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ഗ്രാമ്പിൻ്റെ അടുത്ത് കഴിഞ്ഞിക്കണം. അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ ചേർത്തിട്ടുണ്ടാക്കണ ഈ ഒരു പഴമൊക്കെ വെച്ചുകാണ്ട് ചെയ്യുമ്പോൾ പിന്നെ ഈ ഒരു കൊക്കോ പൗഡറും എല്ലാം കൂടി ആകുമ്പോൾ ഇതിനൊരു എന്താ ഇപ്പം ഇതിന് പറയാമെന്ന് എനിക്കറിയാം, അത്രക്കും രുചിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് വെറുതെ ഒന്ന് ഉണ്ടാക്കിയതേനി. അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയും ചെയ്യാം. കാരണം നാളിത് ഉണ്ടാക്കിയിട്ട് തന്നെ ഞാനൊരു വീഡിയോൻ്റെ നടുവിൽ ഇങ്ങനെ എന്തോ ഒരു കാര്യത്തിന് ഇങ്ങനെ വേറൊരു വീഡിയോ ഇനി കേട്ടോ, വേറൊരു കുക്കിംഗ് ഇനി.
അപ്പോൾ അതിൻ്റെ ഇടയിൽ റിതു ഇത് കഷ്ണം മുറിച്ച് കഴിക്കണത് ആ വീഡിയോയിൽ പെട്ട്. അപ്പം എന്താ പറയുക, ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിച്ചിനി ആ കേക്ക് എങ്ങനെ ഉണ്ടാക്കല്, ആ കേക്ക് എങ്ങനെ ഉണ്ടാക്കലെന്ന്. അപ്പം ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിന് പഴം അതിൽ ചേർത്തിട്ടാണെന്നൊക്കെ. അപ്പോൾ ആ ഒരു റെസിപ്പി വേണമെന്നും പറഞ്ഞ് ഒരുപാട് ആൾ കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ എന്നും വിചാരിക്കും ഉണ്ടാക്കണമെന്ന്. പക്ഷെ ഇതന്നെ ഓരോ തിരക്കിലും പിന്നെ വേറെ ഓരോന്ന് വീഡിയോ എടുത്തൊക്കെ ഇതാവും. അപ്പോൾ ഏതായാലും ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കണ്ടില്ല. നല്ല ചൊറുക്കില്ല കാണാൻ. ഇനി ഇതൊന്ന് കൊട്ടി കൊടുക്കട്ടെ, വല്ല ഹെയർ ബബിൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല ഓവൻ വേണ്ടാന്ന്. ഓവനൊന്നും ആവശ്യമില്ല. ചിലർ വിചാരം ഓവൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല കേക്കായിട്ട് കിട്ടുള്ളൂ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, പഞ്ഞിക്കെട്ടാവുള്ളൂ എന്നൊക്കെ എത്രയോ ആളുകൾ പറയുന്നുണ്ട്. എന്താണ് ഓവനില്ലാത്തതുകൊണ്ടായിരിക്കാം കേക്ക് ശരിയാണില്ല എന്ന്. അതൊന്നല്ല കേട്ടോ. ഇതുപോലൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒഴിഞ്ഞൊരു തട്ടോ എന്തെങ്കിലും അതിലിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് പൊഴുത്ത് ചൂടാണ് സമയത്ത് നമുക്ക് ഈ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30-35 മിനിറ്റൊക്കെ ആവണ വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഏതായാലും എനിക്കിതിനെ എന്താണ് വട്ടം കുറഞ്ഞ പാത്രത്തിലായതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്റർ വെന്ത് കിട്ടാൻ ഏകദേശം ഒരു 45-50 മിനിറ്റ് എടുത്തു കേട്ടോ. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി പരന്ന പാത്രത്തിലാണ് ഈ ഒരു ബാറ്റർ ഒഴിച്ചതെന്നുണ്ടെങ്കിൽ ഒരു 30-35 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഏതായാലും ഞാനിതാ ഒരു തീയൊക്കെ ഓഫ് ചെയ്ത് തുറന്നിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പാത്രത്തിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്ന ചൂടിലായി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിതാ വേഗം പാത്രത്തിൽ നിന്ന് എടുത്തിട്ടാ ഇനി അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം മക്കളെ. നിങ്ങൾ കണ്ടില്ലത് നെക്കിയപ്പോൾ നല്ല പഞ്ഞ് കെട്ടിച്ച നല്ല പഞ്ഞ് കെട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരട്ടാ. ഇതിൻ്റെ രുചി എന്താ അറിയോ, ചോക്ലേറ്റ് കൂടിയിട്ടുള്ള ഒരു തരം കേക്കിൻ്റെ ടേസ്റ്റാണ്. പിന്നെ ആണെങ്കിൽ ഇതിൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ മാർബിൾ കേക്കൊക്കെ ഉണ്ടാക്കും, പക്ഷെ പഴം നമ്മൾ ചേർക്കില്ലല്ലോ. പക്ഷെ പഴം ചേർത്തതുകൊണ്ട് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഇതെന്താ പറയുക, ഇതിപ്പോൾ ഈ ഒരാളെന്നെ വീണ്ടും വീണ്ടും എടുത്തെടുത്തെടുത്തെടുത്ത് ഇങ്ങനെ കഴിക്കും. എനിക്കെന്നെ ഇപ്പോൾ ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല. ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിൽ തറവാട്ടക്ക് മുത്തശ്ശിക്ക് ഇളച്ചിക്കൊക്കെ കൊടുക്കണ്ടേ. പക്ഷെ ഇതെനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇതെന്താ ചെയ്താൽ ഇത് ചൂടാറാടല്ലാതെ തന്നെ ഇത് ഓരോ കഷ്ണം എടുത്തെടുത്തെടുത്ത് ഇത് കഴിഞ്ഞ് ഇത് ഇതൊക്കെയാണ് കത്തി കൊണ്ടൊന്നും കട്ട് ചെയ്യാത്ത നമ്മളിങ്ങനെ പൊട്ടിച്ചാലുണ്ടല്ലോ വല്ല സ്പോഞ്ചിട്ട് ഇങ്ങനെ പൊട്ടി പോകുന്ന പോലെ. അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.